വെൽക്കം ടു ആ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്. ഇന്നത്തെ നമ്മുടെ ക്ലാസ്സിൽ നമ്മുടെ രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധിജിയുടെ ഒരു മനോഹരമായൊരു ചിന്തയെ ആസ്പദമാക്കി കുറച്ച് ഇംഗ്ലീഷ് കാര്യങ്ങൾ പഠിച്ചാലോ? മഹാത്മാഗാന്ധിജി പറഞ്ഞിട്ടുണ്ട്, യു മസ്റ്റ് ബി ദ ചേഞ്ച് യു വിഷ് ടു സീ ഇൻ ദ വേൾഡ്. You must be the change you wish to see in the world. നമ്മൾ ലോകത്തിൽ കാണാൻ ആഗ്രഹിക്കുന്ന മാറ്റം അത് നമ്മളാകണം എന്നാണ് മഹാത്മാഗാന്ധിജി പറയുന്നത്. അപ്പോൾ ശരിക്കും ആ വാക്കിൻ്റെ ട്രാൻസ്ലേഷൻ നോക്കുമ്പോൾ ഇങ്ങനെയാണ് വരിക: നിങ്ങൾ ലോകത്ത് കാണാൻ ആഗ്രഹിക്കുന്ന മാറ്റം അത് നിങ്ങളാകണം. You must be the change you wish to see in the world. അപ്പോൾ വളരെ മനോഹരമായൊരു ചിന്തയല്ലേ അത്? ഈ ചിന്തയിലൂടെ ഇംഗ്ലീഷിൽ പുതിയ കുറച്ച് കാര്യങ്ങൾ നമുക്ക് പഠിക്കാം. ആദ്യം നമുക്ക് ഈ സെൻറ്റൻസിനെ രണ്ടായി ബ്രേക്ക് ചെയ്യാം. ഫസ്റ്റ് പാർട്ട് നോക്കിക്കേ. You must be the change. നിങ്ങൾ മാറ്റം ആകണം എന്നാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ ശക്തമായൊരു ഉപദേശം അല്ലെങ്കിൽ ഒരു ആജ്ഞ ഗാന്ധിജി പറയുകയാണ്. ഇംഗ്ലീഷിൽ ശക്തമായൊരു ഉപദേശം അല്ലെങ്കിൽ ഒരു ആജ്ഞ പറയുന്ന സമയത്ത് മസ്റ്റ് യൂസ് ചെയ്യുക. യു മസ്റ്റ് ബി ദ ചേഞ്ച്. നിങ്ങൾ മാറ്റം ആകണം. അപ്പോൾ ഇവിടെ ആരെക്കുറിച്ചാണ് പറയുന്നത്? നിങ്ങൾ എന്നാണ് പറയുന്നത്. നിങ്ങൾ എന്ന് വരുമ്പോൾ യു. ഇംഗ്ലീഷിൽ നമ്മളൊരു സെൻറ്റൻസ് ഉണ്ടാക്കുമ്പോൾ ആദ്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ആരെക്കുറിച്ചാണോ പറയുന്നത് ആ വ്യക്തിയെ ആദ്യം വയ്ക്കുക. ഇവിടെ നിങ്ങൾ എന്നാണ് പറയുന്നത്. അപ്പോൾ ആദ്യം യു, പിന്നെ ഇവിടെ ശക്തമായൊരു ഉപദേശം കൊടുക്കുവാൻ പോവുകയാണ്. യു മസ്റ്റ്. നമ്മളൊരു ഇംഗ്ലീഷ് സെൻറ്റൻസ് പറയുകയാണ്. ആ സെൻറ്റൻസിൻ്റെ അർത്ഥത്തിൽ ആകണം എന്നൊരു വാക്കുണ്ടെങ്കിൽ ബി യൂസ് ചെയ്യുക. യു മസ്റ്റ് ബി എന്ത്? മാറ്റം. നിങ്ങൾ മാറ്റമാകണമെന്നാണ് പറയുന്നത്. യു മസ്റ്റ് ബി ദ ചേഞ്ച്. നിങ്ങൾ മാറ്റമാകണം. യു മസ്റ്റ് ബി ദ ചേഞ്ച്. അപ്പോൾ നമ്മളിന്ന് പഠിച്ചത് ഈ ഒരു ഭാഗത്തിൽ നിന്ന് ആദ്യം ആരെയാണോ പറയുന്നത് ആ വ്യക്തിയെ വയ്ക്കുക. പിന്നെ ഒരു ഉപദേശമോ ഒരു ആജ്ഞയോ ആണെങ്കിൽ മസ്റ്റ് വയ്ക്കുക. ആകണം എന്നൊരു സെൻറ്റൻസ് ആണെങ്കിൽ ബി വയ്ക്കുക. അതിനുശേഷം എന്താണോ നമ്മൾ ആകണം എന്ന് പറയുന്നത് അത് വയ്ക്കുക. ഇപ്പോൾ നമ്മൾ പറയുകയാണ്, നീ പ്രസൻ്റ് ആകണം. നീ പ്രസൻ്റ് ആകണം. അതെങ്ങനെ ഇംഗ്ലീഷിൽ പറയും? യു മസ്റ്റ് ബി പ്രസൻറ്റ്. ആദ്യം ആരെയാണോ പറയുന്നത് ആ വ്യക്തിയെ വയ്ക്കുക. നീ പ്രസൻ്റ് ആകണമെന്ന് പറയുമ്പോൾ ആദ്യം യു, നീ. ഇനി നമ്മൾ ഉപദേശിക്കാൻ പോവുകയാണ്. വളരെ ശക്തമായ ഉപദേശമാണ്. അപ്പോൾ മസ്റ്റ്. എന്തോ ആകണം എന്നാണ് നമ്മൾ പറയുന്നത്. ബി. ഇനി എന്താണ് ആകണം? പ്രസൻ്റ് ആകണം. പ്രസൻറ്റ്. യു മസ്റ്റ് ബി പ്രസൻറ്റ്. നീ പ്രസൻ്റ് ആകണം. അവൻ പ്രസൻ്റ് ആകണം എന്നെങ്ങനെ ഇംഗ്ലീഷിൽ പറയും? അവനെന്ന് പറയുമ്പോൾ ഹീ. ഹീ മസ്റ്റ് ബി പ്രസൻറ്റ്. ആദ്യം നമ്മൾ ആരെക്കുറിച്ചാണോ പറയുന്നത് ആ വ്യക്തിയെ വയ്ക്കുക. ഇവിടെ അവനെക്കുറിച്ചല്ലേ? ഹീ മസ്റ്റ് ബി പ്രസൻറ്റ്. അവൻ പ്രസൻ്റ് ആകണം. അവൾ പ്രസൻ്റ് ആകണം.
ഷീ മസ്റ്റ് ബി പ്രസൻറ്റ്. അവൾ എന്ന് വരുമ്പോൾ ഷീ ആഡ് ചെയ്യുക. ഷീ മസ്റ്റ് ബി പ്രസൻറ്റ്. ഇനി നമ്മൾ അവൾക്കൊരു പേര് കൊടുക്കുകയാണ്. അവളുടെ പേര് സുജ എന്നാണെങ്കിൽ നമ്മൾ എങ്ങനെ പറയും? സുജ മസ്റ്റ് ബി പ്രസൻറ്റ്. വെരി ഗുഡ്. സുജ മസ്റ്റ് ബി പ്രസൻറ്റ്. അവർ പ്രസൻ്റ് ആകണം. അപ്പോൾ നമ്മളൊരു ആജ്ഞ പോലെ പറയുകയാണ്, അവർ പ്രസൻ്റ് ആകണം. അവരെന്ന് പറയുമ്പോൾ ദേ ആഡ് ചെയ്താൽ മതി. ദേ മസ്റ്റ് ബി പ്രസൻറ്റ്. അവർ പ്രസൻ്റ് ആകണം. ഇനി നമ്മളെല്ലാവരെയും കുറിച്ച് പറഞ്ഞു. ശരിക്കും നമ്മളാണ് പ്രസൻ്റ് ആകേണ്ടത്. നമ്മൾ പ്രസൻ്റ് ആകണം എന്നെങ്ങനെ പറയും? നമ്മൾ അവിടെ ഉണ്ടാകണം. വി മസ്റ്റ് ബി പ്രസൻറ്റ്. നമ്മൾ എന്ന് പറയുമ്പോൾ വി. വി മസ്റ്റ് ബി പ്രസൻറ്റ്. നമ്മൾ റെഡിയാകണം എന്നെങ്ങനെ പറയും? നമ്മൾ റെഡിയാകണം. ആദ്യം ആരെക്കുറിച്ചാണ് പറയുന്നത്? അവരെ ആദ്യം വയ്ക്കുക. നമ്മൾ റെഡിയാകണം എന്ന് പറയുമ്പോൾ ആദ്യം നമ്മളെ തന്നെ വയ്ക്കുക. വി. ഇനി നമ്മൾ ഒരു ആജ്ഞ പോലെ പറയുകയാണ്, നമ്മൾ റെഡിയാകണം. വി മസ്റ്റ്. ആകണം എന്നൊരു സെൻറ്റൻസ് ആണെങ്കിൽ ഒന്നും ആലോചിക്കേണ്ട, ബി വെച്ചാൽ മതി. ബി എന്ത്? റെഡി. സെൻറ്റൻസ് റെഡി ആയല്ലോ. വി മസ്റ്റ് ബി റെഡി. നമ്മൾ റെഡിയാകണം. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നമുക്ക് ഗാന്ധിജി പറഞ്ഞ ആ ചിന്തയുടെ ആദ്യ ഭാഗത്തിൽ നിന്ന് പഠിക്കാം. ഇനി നമുക്ക് വേഗം രണ്ടാമത്തെ ഭാഗം നോക്കിയാലോ? ആ ചിന്തത മുകളിലുണ്ട്. അതിൻ്റെ രണ്ടാമത്തെ ഭാഗം മാത്രം എടുക്കാം. യു വിഷ് ടു സീ ഇൻ ദ വേൾഡ്. നീ ലോകത്തിൽ കാണാൻ ആഗ്രഹിക്കുന്ന എന്ന അർത്ഥമാണ് ഇവിടെ വരുന്നത്. അപ്പോൾ നമ്മൾ ഇവിടെ ഒരു കാര്യം മനസ്സിലാക്കുക. നമ്മുടെ ആഗ്രഹങ്ങൾ ഇംഗ്ലീഷിൽ വിഷ് എന്ന വാക്ക് ഉപയോഗിച്ച് പറയാം. നീ ലോകത്തിൽ കാണാൻ ആഗ്രഹിക്കുന്നത്. യു വിഷ് ടു സീ ഇൻ ദ വേൾഡ്. അപ്പോൾ ഇവിടെ ഗാന്ധിജി ആദ്യം നീ എന്നാണ് പറയുന്നത്. യു. ആഗ്രഹം എന്ന് വരുമ്പോൾ വിഷ്. എന്താണ് ആഗ്രഹം? കാണുവാൻ. ടു സീ. അപ്പോൾ വെറുതെ സീ എന്ന് പറയരുത്. ടു എന്ന വാക്ക് ഒരു ഡിറക്ഷൻ കാണിക്കുകയാണ്. ടു സീ. കാണുവാൻ. എവിടെ? ഇൻ ദ വേൾഡ്. ലോകത്തിൽ. യു വിഷ് ടു സീ ഇൻ ദ വേൾഡ്. ഇപ്പോൾ നമുക്കൊരു സെൻറ്റൻസ് എടുക്കാം. ഞങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ ആഗ്രഹമുണ്ട്. വി വിഷ് ടു ജോയിൻ. ആദ്യം ആരെക്കുറിച്ചാണോ പറയുന്നത് അവരെ നമ്മൾ ആദ്യം വെച്ചു. ഞങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ ആഗ്രഹമുണ്ട്. വി. കാരണം നമ്മളെക്കുറിച്ചല്ലേ പറയുന്നത്. ഇനി ആഗ്രഹം എന്ന ഒരു അർത്ഥം വരുമ്പോൾ വിഷ്. എന്താണ് ആഗ്രഹം? ജോയിൻ ചെയ്യാൻ. ടു ജോയിൻ. നമ്മുടെ ആഗ്രഹം നമ്മൾ പറയുകയാണ്. വി വിഷ് ടു ജോയിൻ. ഞങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ ആഗ്രഹമുണ്ട്. അവന് ജോയിൻ ചെയ്യാൻ ആഗ്രഹമുണ്ട്. അത് നമ്മളെങ്ങനെ ഇംഗ്ലീഷിൽ പറയും? ഹീ വിഷസ് ടു ജോയിൻ. നമ്മൾ വേറൊരു വ്യക്തിയെക്കുറിച്ച് പറയുന്ന സമയത്ത്, അതും ഒരു വ്യക്തിയെക്കുറിച്ച് പറയുന്ന സമയത്ത് വിഷ് എന്നല്ല വിഷസ് എന്ന് വേണം പറയുവാൻ. ഒരു എക്സ്ട്രാ എസ് ആഡ് ചെയ്യണം. അവന് ജോയിൻ ചെയ്യാൻ ആഗ്രഹമുണ്ട്. ഹീ വിഷസ് ടു ജോയിൻ. അവർക്ക് രാവിലെ ജോയിൻ ചെയ്യാൻ ആഗ്രഹമുണ്ട്. രാവിലെ ജോയിൻ ചെയ്യാൻ ആഗ്രഹമുണ്ട്. അവർക്ക് രാവിലെ ജോയിൻ ചെയ്യാൻ ആഗ്രഹമുണ്ട് എന്നെങ്ങനെ പറയും? They wish to join in the morning. രാവിലെ എന്ന് പറയുമ്പോൾ
ഇൻ ദ മോർണിംഗ് എന്ന് വേണം പറയാൻ. നമ്മളൊരു സമയത്ത് എന്ന് പറയുകയാണ്. നമ്മുടെ ചിന്തയിലുണ്ടായിരുന്നു ലോകത്ത് എന്ന് പറയുമ്പോൾ ഇൻ ദ വേൾഡ്. അതേപോലെ സ്പെസിഫിക് ആയിട്ട് നമ്മൾ രാവിലെ എന്ന് പറയുകയാണ്, ഇൻ ദ മോർണിംഗ്. അവർക്ക് രാവിലെ ജോയിൻ ചെയ്യാൻ ആഗ്രഹമുണ്ട്. ദേ വിഷ് ടു ജോയിൻ ഇൻ ദ മോർണിംഗ്. ഞങ്ങൾക്ക് വൈകുന്നേരം ജോയിൻ ചെയ്യാൻ ആഗ്രഹമുണ്ട്. അതെങ്ങനെ ഇംഗ്ലീഷിൽ പറയും? വി വിഷ് ടു ജോയിൻ ഇൻ ദ ഈവനിങ്. അപ്പോൾ ഈ രീതിയിൽ നമുക്ക് പറയുവാൻ സാധിക്കും. അപ്പോൾ ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. മഹാത്മാഗാന്ധിയുടെ ചിന്തയിലൂടെ നമ്മൾ പുതിയ കാര്യങ്ങൾ പഠിച്ചില്ലേ? കഴിഞ്ഞ ക്ലാസ്സിലെ ഹോംവർക്ക് ക്വസ്റ്റ്യൻസിൻ്റെ ആൻസർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിട്ടുണ്ട്. ഇന്നത്തെ ക്ലാസ്സിൽ 3 ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതെല്ലാവരും ഉത്തരങ്ങൾ നിങ്ങളുടെ നോട്ട്ബുക്കിൽ എഴുതുക, കമൻറ്റ് ബോക്സിൽ എഴുതിയാലും മതി. നെക്സ്റ്റ് ക്ലാസ് അത് നമുക്ക് നോക്കാം. അപ്പോൾ ഇന്നത്തെ ഹോംവർക്ക് ക്വസ്റ്റ്യൻ, എല്ലാവരും ഈ സെൻറ്റൻസസ് ഇംഗ്ലീഷിലേക്ക് മാറ്റുക. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, നമ്മളൊരു സ്ട്രിക്റ്റായിട്ട് ഒരു ഉപദേശം കൊടുക്കുകയാണ്. നീ എക്സലൻ്റ് ആകണം. നീ എക്സലൻ്റ് ആകണം. സെക്കൻഡ് ക്വസ്റ്റ്യൻ, വീണ്ടും നമ്മളൊരു ചെറിയൊരു ഓർഡർ കൊടുക്കുകയാണ്. ഗായത്രി പ്രസൻ്റ് ആകണം. ഗായത്രി പ്രസൻ്റ് ആകണം. തേർഡ് ക്വസ്റ്റ്യൻ, ഞങ്ങൾക്ക് പ്രോഗ്രാമിൽ പാടുവാൻ ആഗ്രഹമുണ്ട്. ഞങ്ങൾക്ക് പ്രോഗ്രാമിൽ പാടുവാൻ ആഗ്രഹമുണ്ട്. അപ്പോൾ ഈ 3 ക്വസ്റ്റ്യൻസും ഉറപ്പായിട്ടും ഇംഗ്ലീഷിലേക്ക് മാറ്റുക. ക്ലാസ് ഇഷ്ടമായെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക്, കമൻറ്റ്, ഷെയർ ആൻഡ് ഓൾസോ സബ്സ്ക്രൈബ്. അപ്പോൾ പുതിയ കാര്യങ്ങളായിട്ട് അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം. ഹാവ് എ നൈസ് ഡേ.